ഗൈസ് യൂട്യൂബിൽ എല്ലാവരും തന്നെ ഓരോ ചലഞ്ചസ് ചെയ്യുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ലേ? നമ്മൾ യൂട്യൂബിലൊക്കെ ഒരുപാട് വീഡിയോസ് ഉണ്ട് അത് ചലഞ്ചിൻ്റെ. അപ്പോൾ ഇന്ന് മുതൽ നമ്മളൊരു ചലഞ്ച് സ്റ്റാർട്ട് ചെയ്താലോ? എങ്ങനെ ഉണ്ടാവും? അപ്പോൾ നമ്മൾ 0 ഇൻവെസ്റ്റ്മെൻറ്റിൽ 1 lakh ക്യാപിറ്റൽ ഉണ്ടാക്കാൻ പോകാം. ഇപ്പം നമ്മുടെ കയ്യിലും ബാങ്കിലൊക്കെ ആയിട്ട് 0 ആണ്, പക്ഷെ നമുക്ക് 1 lakh ക്യാപിറ്റലിലേക്ക് അത് എത്തിക്കണം. ഗൈസ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാനൊരു കാര്യം പറഞ്ഞതിന് ശേഷം പിന്നെ എൻ്റെ കിളി പോയി. ഇതിപ്പോൾ എങ്ങനെ ഒന്ന് സ്റ്റാർട്ട് ചെയ്യുക, എങ്ങനെ ഇപ്പം നമ്മുടെ ഒരു ചലഞ്ച് മുന്നോട്ട് കൊണ്ടുപോകുക, നമ്മൾ പറഞ്ഞിട്ടുള്ള ഒരു എമൗണ്ടിലേക്ക് എങ്ങനെ എത്തിക്കുക എന്നുള്ളൊരു കാര്യത്തെക്കുറിച്ചിട്ട് ആലോചിച്ചിരിക്കുകയായിരുന്നു കുറേ നേരം. കാരണം എന്നെ സംബന്ധിച്ചിടത്തോളം ഇതൊരു വലിയൊരു സംഖ്യയാണ്. ഗൈസ് എനിക്കറിയാം അത്ര സിമ്പിളല്ല. കാരണം നമുക്കിതിൻ്റെ ചലഞ്ചിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ നമുക്കിത് 0 ക്യാപിറ്റലിൽ നിന്ന് 1 lakh ഉണ്ടാക്കണം. അപ്പോൾ 0യിൽ നിന്നിട്ട് ഉണ്ടാക്കണമെന്ന് പറയുമ്പോൾ കുറച്ച് നല്ല ടൈം ഇൻവെസ്റ്റ്മെൻറ്റ് വേണ്ടിയിരിക്കും. അതുപോലെ തന്നെ നമുക്കതിൽ നല്ല എഫേർട്ട് എടുക്കേണ്ട കാര്യം. സോ എന്തായാലും നമ്മൾ ചലഞ്ച് അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളിന്ന് പിന്മാറുന്ന വഴിയില്ല. നമുക്കത് ഇന്ന് തന്നെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ ഗൈസ്, അങ്ങനെ നമ്മൾ ലാസ്റ്റ് വീഡിയോ എടുത്തിട്ട് ഇന്നേക്ക് 2 ദിവസമായി. അപ്പോൾ ഈ 2 ദിവസം ഞാൻ ഒരുപാട് വഴികൾ ഓൺലൈനായിട്ട് എങ്ങനെ മണി മേക്ക് ചെയ്യുക എന്നുള്ള കാര്യത്തെക്കുറിച്ച് നോക്കിയായിരുന്നു. സോ അതിലിപ്പോൾ ഞാൻ ഭൂരിഭാഗം നോക്കിയ എല്ലാത്തിനും നമുക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് വേണം. ഞാൻ നോക്കിയതിൽ അഫിലിയേറ്റ് മാർക്കറ്റിംഗ്, ഡ്രോപ്പ് ഷിപ്പിംഗ്, ട്രേഡിങ്, സ്റ്റോക്ക് മാർക്കറ്റ്. സോ ഇതിനൊക്കെ നമുക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് വേണം. ഇപ്പോൾ ഈ ആമസോൺ അസോസിയേറ്റൊക്കെ അതൊക്കെ നോക്കുകയാണെങ്കിൽ നമുക്കതിൻ്റേതായിട്ടുള്ള സ്കില്ല് വേണം. അപ്പോൾ ഇത് രണ്ടും പറ്റില്ല. ട്രേഡിങ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം, പക്ഷെ അതിനൊരു സർട്ടൻ എമൗണ്ട് നമുക്ക് വേണം അത് സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ. പിന്നെ ഞാൻ ഒന്ന് കണ്ടത് ടൈം ബക്സ് പറഞ്ഞിട്ടുള്ള ഒരു വെബ്സൈറ്റാണ്. സോ അതിൽ ഞാൻ ഇപ്പോൾ കഴിഞ്ഞ 2 ദിവസമായിട്ട് വർക്ക് ചെയ്തു, പക്ഷെ അതിൽ നിന്ന് കിട്ടുന്ന പ്രോഫിറ്റ് കാണുന്നത് വളരെ കുറവാണ്. സോ അതും നമുക്ക് ഉപേക്ഷിക്കേണ്ടതായിട്ട് വരും. സോ പിന്നെ നമുക്ക് ഓൺലൈനായിട്ട് ചെയ്യുമ്പോൾ നമുക്ക് ആ ഒരു ഇത് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഒരു എനർജി എന്ത് ലോസ് ആവുന്ന പോലെ. സോ നാളെ മുതൽ തന്നെ നമുക്ക് എങ്ങനെയെങ്കിലും ഒരു ഐഡിയ കണ്ടുപിടിച്ചാൽ പറ്റുള്ളൂ. നാളെ രാവിലെ ആവട്ടെ, നമുക്ക് കുറച്ച് പരിപാടിയുണ്ട്. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ നമ്മൾ കോളേജിൽ പോയി. അവിടെ പോയിട്ട് കഴിക്കുന്ന സമയത്തടക്കം നമ്മളുടെ ഈ ഒരു ചലഞ്ച് ഇനി നമ്മൾ നെക്സ്റ്റ് എന്ത് ചെയ്യുന്നൊരു കാര്യത്തെക്കുറിച്ച് ആലോചിക്കായിരുന്നു കേട്ടോ. ഓക്കെ ഗൈസ്, അപ്പോൾ നേരം വെളുത്തും. അപ്പോൾ ഇന്ന് ചെറുതായിട്ട് മഴ ചാറുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഒരു കാര്യം ഇന്ന് മനസ്സിലായി. എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്തൊരു ഗോൾ അച്ചീവ് ചെയ്യണമെങ്കിലും നമുക്കത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് പറ്റുള്ളൂ. നമുക്ക് ഒറ്റയടിക്കാണ്ട് കയറി ചെല്ലാൻ പറ്റൂല. സോ അതിലിപ്പോൾ ഇന്ന് നമുക്ക് സ്റ്റെപ്പ് നമ്പർ 1ലേക്ക് നമുക്ക് കാലെടുത്ത് വെക്കണം. ആദ്യം തന്നെ നമുക്ക് വേണ്ട ഒരു സെർട്ടൻ എമൗണ്ടാണ്, ഒരു ചെറിയൊരു ക്യാപിറ്റൽ ആവശ്യമായിട്ടുണ്ട്. അപ്പോൾ ഒരു ചെറിയ എമൗണ്ട് നമുക്ക് ഉണ്ടാക്കേണ്ടതുള്ളൂ ഇന്നത്തെ ദിവസം. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കാമെന്ന് ആലോചിച്ചിട്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഒരു ചെറിയൊരു ഐഡിയ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം കേട്ടോ. ഓക്കെ, നമുക്ക് ഇന്നിപ്പോൾ ഒരു സ്റ്റെപ്പ് നമ്പർ 1 നമ്മൾ ഇന്ന് എടുത്ത് വെച്ചിട്ട് നാളെ നമുക്ക് അടുത്തൊരു ഐഡിയ വെച്ചിട്ട് അങ്ങനെ പതിയെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നമ്മളുടെ ആ ഒരു ക്യാപിറ്റലിലേക്ക് എത്താം. ഓക്കെ, പിന്നെ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഉണ്ടാക്കുന്ന ഓരോ എമൗണ്ട് അത്ര ഹാർഡ് വർക്ക് ചെയ്തിട്ടാണ്. ആ ഒരു ഓരോ എമൗണ്ടിൽ നിന്ന് നമുക്ക് പറ്റുന്ന രീതിയിൽ നമുക്ക് അർഹതപ്പെട്ടവരെ നമുക്ക് സഹായിക്കാം, നമുക്ക് പറ്റുന്ന രീതിയിൽ നമുക്ക് സഹായിക്കാം പാവപ്പെട്ടവരെ. സോ അപ്പോൾ ഇന്ന് നമ്മൾ സ്റ്റെപ്പ് നമ്പർ 1. അപ്പം ഞാൻ പറഞ്ഞ ഐഡിയ എന്താണെന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഓക്കെ, കാരണം നമുക്കൊരു ചെറിയൊരു എമൗണ്ട് ആവശ്യമുള്ളൂ ഇന്ന്. ഓക്കെ, ആ ഒരു എമൗണ്ടിൽ നിന്നാണ് നമ്മൾ ബിൽഡ് ചെയ്യാൻ പോകുന്നത്. സോ ആ ഒരു എമൗണ്ട് ഉണ്ടാക്കാനുള്ള വഴിയാണ് ഇന്ന് ഞാൻ ആലോചിച്ചിട്ട് ഇപ്പോൾ ഒന്ന് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ എന്താ നിങ്ങൾക്ക് കാണിച്ചു തരല്ലേ? ഓക്കെ, ലെറ്റ്സ് ഗോ. ഓക്കെ ഗൈസ്, അപ്പോൾ സ്റ്റെപ്പ് നമ്പർ 1 ഇതേ ബുക്ക് ഒന്നല്ല, നമ്മുടെ ഫസ്റ്റ് സെമ്മിൻ്റെ സെക്കൻഡ് സെമ്മിൽ ഇന്നൊരു ചെറിയ പ്രശ്നം. ഇന്നലെ ഇരുമ്പും സാധനങ്ങളൊക്കെ എടുക്കാൻ വേണ്ടി ഒരാൾ വന്ന്. അപ്പം അമ്മ കുറേ ഇരുമ്പും സാധനങ്ങളൊക്കെ എടുത്ത് കൊടുത്ത്. ഇപ്പം നമുക്ക് ആ കുറച്ച് സാധനങ്ങൾ പിന്നെയാണ് നമുക്ക് വേറൊരു ഐഡിയ കിട്ടിയത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതേ ബുക്ക് ഒന്നല്ല, നമ്മുടെ ഫസ്റ്റ് സെമ്മത്തെ സെക്കൻഡ് സെമ്മ് തേർഡ് സെമ്മ് ഫോർത്ത് സെമ്മത്തൊക്കെ ഉണ്ടാവണം. അങ്ങനെ കുറച്ച് ബുക്കുകൾ ഇവിടെ പഴയതിൻ്റെയൊക്കെ എടുക്കുന്നുണ്ട്. ആ ഒരു ബുക്കുകളൊക്കെ എടുത്ത് നമുക്ക് ഇതിൽ ആഡ് ചെയ്യാം. ഓക്കെ, ആ ഒരു ബുക്കുകളുടെ അത്യാവശ്യം റേറ്റ് ഉണ്ട് എന്നാണ് തോന്നുന്നത്. നോക്കാം, എന്തായാലും ഉള്ളതെല്ലാം പെറുക്കി കൂട്ടി നമുക്ക് പോയേക്കാം. ഓക്കെ ഗൈസ്, ഇതാ ഏകദേശം ഇത്രത്തോളം ബുക്ക് നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. കണ്ടോ? ഓക്കെ, ഇതിൽ എൻ്റെക്കാൾ കൂടുതലുള്ളത് അനിയൻ്റെ റിഷാലിൻ്റെ ആണ്.
ഒരുപാടെണ്ണം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതങ്ങനെ തരുന്ന ടൈമിലാണ് നമുക്ക് ഇതൊക്കെ കിട്ടിയത്. നമ്മൾ യൂട്യൂബ് തുടങ്ങിയ പാട് യൂസ് ചെയ്തത് കണ്ടോ, ബോയയുടെ മൈക്ക്, പിന്നെ ഇതെന്താ ട്രൈപോഡ്, ഇത് കണ്ടോ, ഇതൊക്കെ കേടാണ് കേട്ടോ. അപ്പോൾ അതും അതിൻ്റെ കൂടെ വെച്ച് ഓക്കെ. ഇപ്പോൾ ഒരു ഇത് കുറച്ച് സാധനങ്ങൾക്കായി. ഇത് കൂടാതെ കുറച്ചും കൂടി സാധനങ്ങൾ നമുക്ക് വേണം. ഓക്കെ ഗൈസ്, അപ്പോൾ വീട്ടിൻ്റെ ഉള്ളിൽ നിന്നുള്ള അത്യാവശ്യം കുറച്ച് ബുക്കും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് എടുക്കാനുള്ളത് വീട്ടിൻ്റെ പുറത്തുനിന്നാണ്. അപ്പോൾ പുറത്തുനിന്ന് നമുക്ക് ഒരു ചാക്ക് എടുത്തിട്ട് അതിലും നമുക്ക് വേണ്ട സാധനങ്ങളൊക്കെ നടക്കാം. അതിന് ശേഷം ഇത് രണ്ടും കൂടി നമുക്കിവിടെ എടുത്തുള്ള മറ്റേ ഇങ്ങനത്തെ സാധനങ്ങൾ മേടിക്കുന്ന സ്ഥലമുണ്ടല്ലോ, അവിടെ കൊണ്ടുകൊടുക്കാം. ഓക്കെ, അപ്പോൾ എന്തായാലും ആദ്യം ഈ വൈറ്റ് ഷർട്ട് മാറ്റട്ടെ, അല്ലെങ്കിൽ മാറ്റിടുന്ന ചീത്തയും. അപ്പോൾ എന്തായാലും മാറിയിട്ട് വരാം. ഓക്കെ ഓക്കെ, അപ്പോൾ ഇനി എന്തായാലും നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, ഓക്കെ, അങ്ങനെ ബുക്ക് റെഡിയായി. ഇനി കുറച്ച് ഒരു പഴയ അടുപ്പൊക്കെ ഉണ്ടായിരുന്നു, പിന്നെ പ്ലാസ്റ്റിക് കുറച്ച് സാധനങ്ങളൊക്കെ ഞാൻ അതുകൂടി റെഡിയാക്കട്ടെ. പിന്നെ എന്തായാലും എനിക്കൊരു അരമണിക്കൂറിൻ്റെ പരിപാടിയുണ്ട്. കുറച്ച് സാധനങ്ങളൊക്കെ ഒരു കൂട്ടി റെഡിയാക്കട്ടെ കേട്ടോ. ഓക്കെ ഗൈസ്, അപ്പോൾ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇതിൽ ബുക്കും അതേപോലെ തന്നെ ഇവിടെ പഴയൊരു സ്റ്റൗ ഉണ്ടായിരുന്നു, അതും എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അത്യാവശ്യത്തിന് ഒരു കുറച്ച് എമൗണ്ട് ആവശ്യമുള്ളൂ. സോ അതിന് വേണ്ടിയിട്ടുള്ളത് ഇതിലുണ്ടാവും. നമുക്ക് എന്തായാലും നമുക്ക് പോകുമല്ലേ. ഓക്കെ ഗൈസ്, അപ്പോൾ അങ്ങനെ അവിടെ പോയിട്ട് വീട്ടിലെത്തി. അങ്ങനെ നമ്മുടെ 1 ലക്ഷം ക്യാപിറ്റൽ ഉണ്ടാക്കാനുള്ള ഒരു ബേസ് എമൗണ്ട് ആയിട്ട് ഇന്ന് 300 രൂപ ആയിട്ടാണ്. ഓക്കെ, അതെ 300 രൂപ. ഇനി ബാക്കിയുള്ളത് നമുക്ക് റെഡിയാക്കാം. ബാക്കി എത്ര